എടാ പോടോ, രാവിലെ കെട്ടി ഒരുങ്ങി. ഷോപ്പിൽ പോന്നു. കള്ളു കുടിക്കാൻ പോണോ ഷാപ്പിൽ? ഷാപ്പിൽ പോന്നെന്നാ പറഞ്ഞു, ഷോപ്പിൽ പോന്നല്ലേ പറഞ്ഞേ? ഷോപ്പിൽ പോണോ? എടി വരുമ്പോ ഒരു പുതപ്പ് മേടിച്ചോണ്ട് പോണി, ഇത് അങ്ങ് പഴയ പോയി. അയ്യോ, ഞാൻ ഷോപ്പിങ്ങിനല്ല പോന്നേ, ഷോപ്പിംഗ് മാളിൽ പണിക്കാ പോകുന്നത്. എന്റെ പോക്കണ്ട് ജില്ലാ കളക്ടർ പോണ പോലെ അല്ല അങ്ങ് പോണത്. ഓ, അവിടെ തുണിക്കട നിൽക്കാൻ പോവില്ലേ? തുണിക്കട നിന്നിട്ട് അതുകൊണ്ടാണല്ലോ 3 നേരം ഉരുട്ടി വിഴുങ്ങുന്നത്. പിന്നെ ഈ വീടിന്റെ വാടക കൊടുക്കുന്നതും അങ്ങനെ തന്നെയല്ലേ? നീ കുറച്ച് സേവ് ചെയ്യാനുണ്ട്. നീ വീടിന്റെ വാടക ഇതും കൊടുത്താൽ പോരാ. നീ ബാക്കി കിട്ടുന്ന കാശിന് മുഴുവൻ ലോട്ടറി എടുപ്പല്ലേ ജോലി, അതൊക്കെ നിർത്തണം നീ. അത് ഞാൻ ലോട്ടറി എടുക്കും. ഭാഗ്യദേവത എന്തെങ്കിലും എന്നെ കടാശിക്കും, അതുവരെ ഞാൻ ലോട്ടറി എടുക്കും. കടാശിക്ക് ഇന്ന് രാവിലെ ഭാഗ്യമുള്ള പലിശക്ക് വന്നിട്ട് പോയി, കൊടുക്ക്. ഭാഗ്യമുള്ള പലിശക്ക് വന്നപ്പോ പുതപ്പ് മൂടി ഇവിടെ ഇരുന്നായിരുന്നോ? നാണോ ഉണ്ടോ മനുഷ്യൻ നിങ്ങൾക്ക് ഈ പുതപ്പിനകത്ത് കയറിയിരിക്കാനേ? നാട്ടുകാർ മുഴുവൻ നിങ്ങളെ വിളിക്കുന്നത് എന്തെന്നറിയോ? കുളിര സുനീന്ന്. കുളിര സുനീന്ന് നല്ല പേരാണല്ലോ. നല്ല പേര്. എന്നെ വിളിക്കുന്നത് എന്തെന്നറിയോ? ഹോട്ടമ്മിണീന്ന്. നീ ഇച്ചിരി ഹോട്ടാണ്. നീ എന്നോട് ചിലപ്പോ ഇച്ചിരി ഹോട്ടാകാറുണ്ട്. അതൊക്കെ അത് കേട്ടിട്ടായിരിക്കും അവരെന്നെ അങ്ങനെ വിളിക്കുന്നത്. നീ അങ്ങനെ നിസാരമായിട്ട് കാണാൻ. ഞാൻ നല്ലൊരു പെയിന്ററാ കേട്ടോ. നല്ല പെയിന്റർ എന്താ ഇപ്പൊ പണിക്ക് പോവാത്തെ? അത് പിന്നെ സുരേന്ദ്രന്റെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ എന്തോന്നാ ചോദിച്ചത്? വൈറ്റ് വാഷ് അടിക്കാൻ പറയപ്പോ ഏത് കളറാ അടിക്കേണ്ടത്? ഞാൻ ചോദിക്കും. വൈറ്റ് വാഷ് അടിക്കാൻ വൈറ്റ് അടിച്ചാൽ മതി, അല്ലെ? ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അയ്യോ, ചോദിക്കേണ്ട കാര്യമില്ല. അത് ഇപ്പോഴാണ് മനസ്സിലായത്. ഒരു പെയിന്റർക്ക് അങ്ങനെ പറ്റാൻ പാടില്ല. പറ്റാൻ പാടില്ലല്ലോ. അപ്പൊ ഇതൊക്കെ പറ്റുന്നതിന് യാതൊരു കുഴപ്പമില്ല അല്ലേ? എന്താ ഇന്ന് രാവിലെ കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ്? ഇഡ്ഡലി സാമ്പാറും. ഓ എന്റെ ദൈവമേ, എന്നും ഇഡ്ഡലിയും സാമ്പാറും കഴിച്ച് ദൈവമേ മടുത്തെങ്കിൽ ഞാനത് ആടിനിട്ട് കൊടുക്കാം. കാടി കുറവായി. അതല്ല എന്നും ഈ ഇഡലിയും സാമ്പാറും കഴിച്ച് അതില്ലാണ്ട് ഇപ്പൊ രാവിലെ ഒന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അത് ഞാൻ കഴിച്ചോളാം. എന്റെ മനുഷ്യൻ, നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാണെന്ന് പറ. എനിക്ക് സഹിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് കേട്ടോ. പിള്ളേരെ ഫീസ് കൊടുക്കണം, വീടിന്റെ വാടക കൊടുക്കണം. ഞാൻ ഈ കൊണ്ടുവന്ന നക്കാപ്പിച്ച പൈസ കൊണ്ട് എന്താ നക്കാപ്പിച്ച പൈസ കൊണ്ട് എങ്ങനെ കഴിയുമെന്നാ നിങ്ങൾ ഈ പറയുന്നത്? വല്ലപാടും ഞാനങ്ങ് ഇറങ്ങിപ്പോയി. എല്ലാം കൂടെ വലിച്ചെറിഞ്ഞ് കൊണ്ടുപോയിട്ട് ഞാൻ പോവും ഞാൻ കേട്ടോ. മനസ്സിലായി. നീ വേറെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാനുള്ള സെറ്റപ്പല്ലേ? അയ്യോ, കണ്ണാണം കണിച്ചാനോ? ഒരെണ്ണം കണിച്ച പാടെ എനിക്കറിയാം. ഇനി എനിക്ക് കല്യാണമേ വേണ്ട. കല്യാണം എന്തായാലും ഞാൻ കഴിക്കാൻ പോകുന്നില്ല. എന്റെ ഒരു അനിയത്തി കെട്ടാൻ അവിടെ നിൽപ്പുണ്ടല്ലോ, ഞാൻ അവിടെ കൂടെ പോയി പുറത്തോളാം. ഞാനാണ് തെറ്റുകാരൻ. ഞാനങ്ങനെ ചെയ്യരുത്. ഞാനാണ് ഇവിടെ നിന്ന് പോകേണ്ടത്. അല്ല ചേട്ടാ, ഇപ്പൊ ഫീൽ ചെയ്യാൻ മാത്രം ഞാൻ അതല്ല ചേട്ടാ. ഇവിടുത്തെ പിള്ളേരുടെ കാര്യങ്ങൾ നോക്കുന്നു, വീട് ചെലവ് നോക്കുന്നു, വീട് വാടക കൊടുക്കുന്നു. സങ്കടം കൊണ്ട് പറഞ്ഞല്ലേ ഏട്ടാ. ഞാൻ പൊക്കോളാം. ചേട്ടാ എവിടെ പോകുന്നേ പറയുന്നേ? നിന്റെ ഒരു അനിയത്തി കെട്ടാൻ നിൽപ്പുണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ അവിടെ പോയി പുറത്തോളാം. അനിയത്തിയുടെ വീടിന്റെ പരിസരത്തങ്ങളെ വന്നാൽ നിങ്ങളുടെ ചൂലുകെട്ടെടുത്ത് ഞാൻ അടിക്കും കേട്ടോ. അനിയത്തിയുടെ വീട്ടിൽ പൊറുക്കാൻ നടക്കുന്ന നിങ്ങള്. നീ ഫ്രീ ആണ്, ഇന്ന് പോകണ്ടേ? അവരുടെ പണിക്ക് നിൽക്കരുത് കേട്ടോ. എന്ത് പുതപ്പ് മുടി ഇരിക്കാത്ത എന്തെങ്കിലും ജോലിക്ക് പോകാൻ മനസ്സിലാ. ഞാൻ ജോലിക്ക് പോകാൻ പോവാ കേട്ടോ. നീ ജോലിക്ക് ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമോ? എന്തുവാ? ഒരു കൊഴുത്തൂരെടുത്ത് തരാൻ പറ്റുമോ? എന്തിനാ? നീ പോകുമ്പോ ഞാൻ ഫ്രീ ആണല്ലോ. ഇതിന് ചേട്ടാ നല്ല സുഖമായിരിക്കും. എന്നാ പിന്നെ പപ്പടം കുത്തുന്ന കമ്പി ഉണ്ട്, എടുത്തങ്ങ് കുത്തിത്തരട്ടെ ഞാനങ്ങ്. എന്തെന്ന്? അല്ല, ഞാൻ അവിടെ കയറി ഇരിക്കണ്ട. ഫ്രിഡ്ജിനകത്ത് 10 മുട്ട ഇരിപ്പുണ്ട്, എടുത്ത് അങ്ങോട്ട് കക്ഷത്തിലോട്ട് വെക്ക്. അടയിരിക്കുവാണല്ലോ എന്തായാലും. അത് അവിടെ നിന്ന് വിരിയട്ടെ. എന്തോ ചെയ്യാൻ എന്റെ തലവിധി തല അടിച്ചു പൊളിക്കാതെ പണിക്ക് പോകച്ചേ. എന്നാ നിന്നെ അടിച്ചു പൊളിക്കാൻ ഞാൻ പണിക്ക് എന്റെ ദൈവമേ, എന്തൊരു തലയിലെടുത്തടാ ഇത്. പഴയ പാട്ട കോപ്പി പ്ലാസ്റ്റിക് ആക്രി ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അതല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ അവിടെ പോയാൽ ഒരു പണിയില്ലാതെ വീട്ടിൽ വെറുതെ ഇരിക്കണം. അയ്യേ, സാറുണ്ടാവുന്ന കാര്യമല്ല. ഈ വീട് കണ്ടപ്പോ എനിക്ക് തോന്നി ഇവിടെ ചില ആക്രി കാര്യങ്ങളൊക്കെ കാണുമെന്നും. ആക്രിയാ? ഈ കുപ്പി പാട്ട തഹകരം അങ്ങനത്തെ സാധനങ്ങള്. കുപ്പി മാറ്റാ അടിച്ച അത് തന്നെ. സാറിന് അത് വെറും കുപ്പിയായിരിക്കും. എനിക്ക് അത് അമൃത എന്താ കേട്ടില്ലേ? 1000 കുപ്പിക്ക് അരപ്പക്കെന്ന്. 1000 കോഴി കര കാടേന്നാണല്ലോ. അതങ്ങനെയാണല്ലോ. അത് നിങ്ങൾക്ക് ഞാൻ ഈ ഓരോ കുപ്പിന്ന് ഓരോ തുള്ളി വീതം ഒഴിച്ച് ഊറ്റി അരപ്പെക്കാവും. ആണല്ലേ? അതാണ് 1000 കുപ്പിക്ക് അരപ്പെക്ക്. ഇവരേക്ക് പൈസ കൊടുക്കണ്ടല്ലോ. കുപ്പിയില്ല കൊടുക്കാൻ. ഒരു കാര്യം സാറേ, ഈ പാട്ടയോ പേപ്പറോ ബുക്കോ എന്തെങ്കിലും. അല്ല, ബുക്കൊക്കെ അവള് വഴക്കിടും. ബുക്ക് മതി, ആരും കാണാൻ തന്നാ മതി. അത് ഈ വർഷം പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി മേടിച്ചു വെച്ചിരിക്കണം. പിള്ളേര് പഠിച്ചാൽ കളക്ടർ ആവാൻ പോവില്ല. അതില്ല, എന്നാലും അവളറിഞ്ഞ വിഷയമാകുന്നു. നല്ല പൈസ തരാൻ സാറേ. നല്ല കാശുണ്ട്. ഈ വർഷം പഠിക്കാനുള്ള ആ പുസ്തകം നമ്മളെടുത്ത് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ അത് ഒരു 250 തരാൻ കാണും. ഓൺലൈൻ വഴി ഒരു പുതപ്പ് വരുത്താനാ 300 രൂപ. 300 ആണോ? 300 രൂപ. ഈ വർഷത്തെ പിള്ളേർ പറയരുത്. പിള്ളേർക്ക് പുസ്തകം വേണോ? പുസ്തകം പിന്നെയും കിട്ടും. നമുക്ക് പിന്നെ കാര്യം നമ്മുടെ കാര്യങ്ങൾ എവിടെ നടക്കണം. പേഴ്സണൽ കാര്യങ്ങൾ നടക്കട്ടെ. കൊണ്ടുപോകും കേട്ടോ. വെച്ചോ സാറ്. പിന്നെ ഒരു കിണ്ടി ഇരിപ്പുണ്ടേ. കിണ്ടിയുണ്ട്. അതായത് ഇവിടുത്തെ പാരമ്പര്യമായിട്ട് സൂക്ഷിക്കണം. അവർ അച്ഛനപ്പന്മാരുടെ കാലം മുതലേ. അങ്ങനെ എടുത്തോളാം. അപ്പൊ ആ കിണ്ടി ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോ തരാം. അടുത്ത പ്രാവശ്യം
തന്റെ ഫോൺ നമ്പർ ഇങ്ങ് തന്നാ മതി. ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് വിളിക്കാം. ഫോൺ നമ്പറൊക്കെ ഞാൻ തരാം. അപ്പൊ അടുത്ത പ്രാവശ്യം ഞാൻ വണ്ടിയും കൊണ്ടുവരും. സാർ അപ്പൂപ്പന്റെ കിണ്ടി തരണം. ഞാൻ വണ്ടിയും കൊണ്ട് അങ്ങ് പോകും. അപ്പൊ ഒരു കാര്യം ചെയ്യും, താൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കിണ്ടിയും കൊണ്ട് ഇങ്ങ് പോര്. ഞാൻ വണ്ടി അങ്ങോട്ട് തരാം, താൻ വണ്ടിയായിട്ട് പോക്കോ. അത് അങ്ങനെയല്ലല്ലോ. തെറ്റിപ്പോയി. ആദ്യം മൂലം പറഞ്ഞു ഞാൻ വണ്ടി കൊണ്ടുവരും. ഞാൻ കിണ്ടി തരുന്നു. അപ്പൊ ആ കിണ്ടിയും കൊണ്ട് ഞാൻ വണ്ടിയും കൊണ്ട് പോകും. ഓക്കെ, അത്രയല്ലേ ഉള്ളൂ. ആരും അറിയരുത്, ഞാൻ കിണ്ടി തരാം. പക്ഷെ ഞാൻ വിളിക്കാം, അന്നേരം വന്നാ മതി. ഓക്കെ കേട്ടാ. അപ്പൊ എന്റെ ബിസിനസ് ഇനി മുതൽ നമ്മൾ ബിസിനസ് പാർട്ട്ണർ. അങ്ങനെ പങ്ക് കച്ചവടക്കാരെന്ന്. പന്നി കച്ചവടക്കാർ. പങ്ക് കച്ചവടം. ഓക്കെ, അടുത്തവണ കിണ്ടി വിളിക്കാം. കിണ്ടി. ഓക്കെ, നിങ്ങൾ വണ്ടിയായിട്ട് വരുന്നു, ഞാൻ കിണ്ടി തരുന്നു, നിങ്ങൾ വണ്ടിയായിട്ട് പോകും. ഓക്കെ, അടിപൊളി. അങ്ങനെ ചില്ലറ ഒത്ത്. ചേട്ടാ 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 അടിച്ച് ചേട്ടാ. അല്ലല്ല, ഞാൻ പറയുന്നത് കേക്ക്. കഴിഞ്ഞ ദിവസം ഞാൻ 1/2 കിലോയുടെ ഒരു തേയില വാങ്ങിച്ചായിരുന്നു. അതിനകത്തൊരു കൂപ്പൺ ഇല്ലായിരുന്നു. എന്റെ ചേട്ടനോട് പറഞ്ഞില്ല സൂക്ഷിച്ചു വെക്കണമെന്ന്. ചേട്ടാ, 1 മാസം നമുക്ക് അമേരിക്ക പോയി അടിച്ചു പൊളിക്കാനുള്ള ഒരു ടിക്കറ്റ് ആയിരുന്നു ചേട്ടാ. അത് നമുക്കത് അടിച്ചു ചേട്ടാ. നമ്മൾ അമേരിക്ക പോയി അടിച്ചു പൊളിക്കണം. അടിപൊളി അടിപൊളി. നമുക്ക് എല്ലാവർക്കും പോകാമല്ലോ. 4 പേർക്ക് പോവാം. എല്ലാ ചെലവും അവര് തന്നെ. നമുക്ക് അടുത്ത ആഴ്ച തന്നെ ഡൽഹി പോകണമെന്ന് പറഞ്ഞു. എമിഗ്രേഷൻ അങ്ങനെ എന്തൊക്കെയാ പറയുന്നുണ്ട്. വിസയൊക്കെ അടിക്കണമെന്നൊക്കെ പറഞ്ഞു. നമുക്ക് എന്തായാലും ഉടനെ തന്നെ നമുക്ക് അമേരിക്ക. ഒരു സന്തോഷം കണ്ടില്ലേ, ഒരു സന്തോഷം. ആ കൂപ്പൺ എവിടെ വെച്ചെടുത്തോണ്ട് പോവാ. എവിടെ ഇരിക്കണേ? പിള്ളേരുടെ ബുക്കിന്റെ പിള്ളേരുടെ ബുക്കിന്റെ ഇവിടെ വെച്ചിട്ടുണ്ട്. അയ്യോ, എന്റെ കുഞ്ഞുങ്ങളും ഞാന് അമേരിക്ക 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 അമേരിക്ക. ചേട്ടാ ഇത് കേൾക്കണേ ചേട്ടാ. ഞാനാണെങ്കിലുണ്ടല്ലോ, ഞാനേ നമ്മുടെ ഷോപ്പിലുള്ള രമണി സുശീലേക്കില്ലേ, അവളുമായിട്ട് പറഞ്ഞു ഇനി എനിക്ക് ജോലി വേണ്ട, ഞാൻ അമേരിക്ക പോവാ. അവിടെ ചെന്ന് ട്രംപിന്റെ അടുത്തൊരു ജോലിയൊക്കെ ചോദിച്ചിട്ട് ഞാൻ അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. പിന്നെ ന്യൂയോർക്ക് നമുക്ക് പൊളിച്ചേക്കണം. വേണ്ട, അതവിടെ തന്നെ നിന്നോട്ടെ. അയ്യോ ചേട്ടാ, കൂപ്പണുണ്ട് കൂപ്പണുണ്ട്. ചെറുതായിട്ടൊന്നും ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ? പുസ്തകം ഒന്ന് മറിഞ്ഞായിരുന്നു. പുസ്തകം മറിഞ്ഞിട്ട് നൂത്ത് വെച്ചാ പോരെ? അല്ല, അതല്ല, ചെറുതായിട്ടൊന്ന് മറിച്ചായിരുന്നു. മറിച്ചായിരുന്നു? ആ. നിങ്ങൾക്ക് എന്താ? ഒരു ആക്രിക്കാരൻ വന്നപ്പം പഴയ പണ്ടുകാലത്തെ പുസ്തകമാണെന്ന് ഓർത്ത് ഞാൻ അതെല്ലാം കൂടി പെറുക്കി അങ്ങ് കൊടുത്തു. എന്താ? പഴയ കാലത്തെ പുസ്തകമാണെന്ന് ഓർത്ത്. എന്റെ പിള്ളേർക്ക് ഇപ്പൊ പഠിക്കാൻ ഞാൻ 2000 രൂപ കൊടുത്ത് സ്കൂളിൽ നിന്ന് മേടിച്ചു വെച്ച പുസ്തകം നിങ്ങൾ വിറ്റെന്നോ? പുതിയതാണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. നിങ്ങൾക്ക് അറിയത്തില്ല? സത്യമായിട്ടും അറിയില്ല. തന്തയാണോ മനുഷ്യ, തന്തയാണോ? 2000 രൂപ കൊടുത്ത് ഞാൻ എങ്ങനെ പുസ്തകം മേടിക്കാന്ന് വെക്കാം. പക്ഷെ ഞാൻ അമേരിക്കയിൽ എങ്ങനെ പോകും? കൂപ്പൺ എവിടെ? കൂപ്പൺ എവിടെ? നീ അവിടെ ഇരിക്കി. ഞാൻ ഇരിക്കുന്നില്ല, എനിക്ക് അമേരിക്ക പോയേ പറ്റൂ. എനിക്ക് അമേരിക്ക 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 അമേരിക്ക. ചത്തില്ല ചത്തില്ല ഞാൻ. അമേരിക്ക. എനിക്ക് അമേരിക്ക പോകണം. സമാധാനം ഉണ്ടാക്കാൻ ഫോൺ നമ്പർ ഉണ്ട് പുള്ളിയുടെ. വിളിക്ക പെട്ടെന്ന് കൊണ്ട് തരാൻ പറയാം. എന്റെ അമ്മ എന്റെ തല പൊട്ടി കീറുന്നു. ഹലോ, അമേരിക്ക പോണം. പാർട്ട്ണർ ഒന്ന് ഇവിടം വരാൻ അത്യാവശ്യമായിട്ട് വരുമോ? ചെറിയൊരു കേസ്. വരുമോ? അപ്പൊ നമ്മൾ അമേരിക്ക. ഹലോ പാർട്ട്ണർ. എന്താ വിളിച്ചത്? എന്റെ പാർട്ട്ണർ എന്റെ കച്ചവടം വിപുലീകരിക്കാൻ വേണ്ടി പാർട്ട്ണർ പുതിയ ബുക്ക് പഴയ വിലക്ക് എനിക്ക് തന്നു. പുതിയ ബുക്ക് പഴയ വിലക്ക് എനിക്ക് തന്നു. അപ്പൊ പുതിയ ബുക്കാന്ന് അറിഞ്ഞോണ്ടാ കൊടുത്തതല്ലേ? അറിഞ്ഞോണ്ട് നീ അറിയാതെയല്ലേ കൊടുത്തത്? ഞാൻ അറിയാതെ കൊടുത്തതാ. ഒരുപാട് സ്വഭാവം ഞങ്ങൾ കാണിക്കരുത്. എന്റെ പൊന്നനിയ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. എനിക്ക് ആ ബുക്ക് അത്യാവശ്യമായിട്ടൊന്നും വേണം. അത് തരത്തില്ല. ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച ബുക്ക് നിങ്ങൾക്ക് അങ്ങനെ തരും. ഞാൻ എത്ര രൂപ കൊടുത്ത്? 3000 രൂപ കൊടുത്ത് മേടിച്ചു. ഞാൻ 300 രൂപ. അപ്പൊ ആ ബുക്ക് ഞാൻ പൈസ കൊടുത്ത് വായിച്ച കൊച്ച നിനക്ക് 5000 രൂപ ഞാൻ തരാം. എനിക്ക് ആ ബുക്കിങ് താ. ഇളങ്ങ് മാറി പാർട്ട്ണർ. മറ്റേ കിണ്ടിയുടെ കാര്യം 1000 വർഷം പഴക്കമുള്ള കിണ്ടി എനിക്ക് അപ്പൂപ്പന്റെ കിണ്ടി തരാന്ന് പറഞ്ഞില്ലേ? എടോ, നിങ്ങൾ അപ്പൂപ്പന്റെ കിണ്ടിയും കൊടുക്കാന്ന് പറഞ്ഞോ? നീ വണ്ടിയായിട്ട് വരുമ്പോ തരാന്നേടാ. വണ്ടിയായിട്ട് വന്നോടാ. ആവശ്യമില്ലാത്ത കേസ് പറയല്ലേ ഇവിടെ. ഒരു 3-4 വർഷം കൂടെ തന്നെ എന്നെ കൂടെ അയാൾ ആക്രിക്ക് കൊടുക്കുമല്ലോ. ഞാൻ നിന്റെ അനിയത്തിനോടൊപ്പം നിന്നോളാം. ഇവിടെ മര്യാദക്ക് നിൽക്ക്. നിന്റെ വിഷയം അതാണോ? എന്റെ പൊന്ന് സുഹൃത്തെ ഇങ്ങ് വന്നേ. ആ പുസ്തകം ഒന്ന് തന്നെ. അതിന്റെ എത്ര പൈസ വേണം തരാം. നമ്മൾ കൂട്ടുകാരൊക്കെയാണ്. അതിന്റെ അകത്ത് ഒരു കൂപ്പൺ ഇരിപ്പുണ്ട്. ഞങ്ങൾക്ക് അമേരിക്ക പോകാനുള്ള ഒരു ടിക്കറ്റ് അടിച്ചിട്ടുണ്ട്. അമേരിക്ക പോവാ ഞങ്ങൾ. എന്റെ പാർട്ട്ണറെ ഞാൻ പുറത്തു പോയപ്പോ അതെല്ലാം കൂടെ ഒരു വണ്ടി കയറ്റി തമിഴ്നാട്ടിലോട്ട് വിട്ടില്ലേ? തമിഴ്നാട് വണ്ടി വിളിക്ക്, ടാക്സി വിളിക്ക്. തമിഴ്നാട്ടിൽ പോയി ബുക്ക് എടുക്കാം. നിങ്ങൾ തമിഴ്നാട് എത്തുന്നതിന് മുമ്പ് തന്നെ ആ ബുക്കെല്ലാം കൂടെ ഏതെങ്കിലും പേപ്പർ മില്ലിൽ പോയി വേറെ പുതിയ പേപ്പറായി കാണും. അയ്യോ, അപ്പൊ എന്റെ അമേരിക്ക യാത്ര. അമേരിക്ക യാത്ര? എനിക്ക് അമേരിക്ക പോകാൻ പറ്റത്തില്ല. അമേരിക്ക യാത്ര പൊളിയടാ. അമേരിക്ക യാത്ര. അമേരിക്ക ഇപ്പൊ അമേരിക്ക യാത്രയല്ലേ വേണ്ട? അമേരിക്ക യാത്ര. അവന്റെ ചാക്കിലാണോ അമേരിക്ക യാത്ര? ഇതെന്താ ഇത്? അമേരിക്കൻ യാത്ര ആരെഴുതിയതാണെന്ന് എനിക്കറിഞ്ഞൂടാ. തൽക്കാലം ഭാര്യയും ഭർത്താവ് ഇത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം
യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.